ഹായ് കൂട്ടുകാരെ, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ? ഞാനിന്നൊരു പുതിയ വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. എൻ്റെ എല്ലാ കൂട്ടുകാരെയും ഞാൻ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേറൊന്നുമല്ല, ഞാനിന്ന് വീഡിയോയിൽ വന്നത് ഞാൻ ഇന്ന് നോമ്പ് തുറക്കാനായിട്ട് എന്തൊക്കെ ഫുഡാണ് ഉണ്ടാക്കിയതെന്ന് നിങ്ങളുടെ അടുത്തോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ തന്ന് സഹായിക്കണം. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളിൽ നിന്നും ഇങ്ങനെയുള്ള സഹായം ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിൽ ഞാൻ എന്തൊക്കെ ഫുഡാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഓക്കെ, ശരി, വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ തണ്ണിമത്തനാണ് എടുത്തത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് തണ്ണിമത്തൻ എടുത്ത് കഴുകി നല്ല ചെറിയ പീസാക്കി എടുക്കാമെന്ന് കരുതി അങ്ങനെ തണ്ണിമത്തൻ കഴുകി കട്ട് ചെയ്ത് ചെറിയ പീസാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ജ്യൂസാക്കി എടുത്തു. മിക്സിയുടെ ജാറിലിട്ട് ജ്യൂസാക്കിയതിന് ശേഷം അതൊരു അരിപ്പയിലേക്ക് അരിച്ച് ഒഴിച്ചു. അതിനുശേഷം അതിലേക്ക് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഇത് നല്ലപോലെ കലക്കി നല്ല അടിപൊളി ജ്യൂസാക്കി. ഇന്ന് കറി വയ്ക്കാനായിട്ട് ഞാൻ കടലയാണ് എടുത്തത്. അങ്ങനെ കടല നല്ലപോലെ കഴുകി ഞാൻ കുക്കറിലേക്ക് ഇട്ടു. അതിലേക്ക് സവാളയും ഉള്ളിയൊക്കെ നേരത്തെ തൊലിച്ച് വെച്ചിരുന്നു. അതെല്ലാം നല്ല ചെറിയ ചെറിയ പീസാക്കി അത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ചേർത്ത് കൊടുത്തു. അതിനുശേഷം അതിനാവശ്യമായ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി എല്ലാം ചേർത്ത് കുറച്ച് വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാമെന്ന് കരുതി അങ്ങനെ അതെല്ലാം ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇന്ന് ദോശയാണ് ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചത്. അങ്ങനെ ദോശയ്ക്കുള്ള മാവ് നല്ല കലക്കി സെറ്റാക്കി എടുത്തു. അതിനാവശ്യമുള്ള ഉപ്പൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് കലക്കി നല്ല സെറ്റാക്കി വെച്ചു. ദോശ ചുട്ടെടുക്കാനുള്ള ദോശക്കല്ല് ഞാൻ സ്റ്റൗവിലേക്ക് വെച്ചു. ആ ദോശമാവ് ആ ദോശക്കല്ലിലേക്ക് ഒഴിച്ച് നല്ല അടിപൊളി സെറ്റാക്കി ദോശ ഉണ്ടാക്കുവാണ്. കണ്ടോ, ഇങ്ങനെ ഞാൻ ദോശ എടുത്തു. അത് തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുത്തു. ഇനി എനിക്ക് ചിക്കൻ ഫ്രൈ ചെയ്യണമായിരുന്നു. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് സ്റ്റൗവിലേക്ക് പാൻ വെച്ചു, എണ്ണ ഒഴിച്ചു, ചിക്കൻ ഫ്രൈ ചെയ്യുകയാണ്. രണ്ട് ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം ഇനി അടുത്ത കടലക്കറി ഒന്ന് സെറ്റ് ആക്കണമായിരുന്നു. അതിനായി ചീനച്ചട്ടി സ്റ്റൗവിലേക്ക് വെച്ചു. വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം ഇട്ട് കൊടുത്തു. മസാലപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ചൂടാക്കി മിക്സാക്കി എടുത്തതിന് ശേഷം നേരത്തെ വേവിച്ച് വെച്ച കടല എടുത്ത് ഞാൻ അതിലേക്ക് തട്ടി കൊടുത്തു. അപ്പോൾ അത് ഞാൻ നല്ലതുപോലെ മിക്സാക്കി അങ്ങോട്ട് എടുത്തു. കടലക്കറി ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കടലക്കറി റെഡിയായി വരികയാണ്. അപ്പോൾ തന്നെ ചിക്കൻ ഫ്രൈയും റെഡിയായി കഴിഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കടലക്കറിയും സെറ്റാവുന്നു. എണ്ണയൊക്കെ തിളങ്ങിയാൽ അടിപൊളി കടലക്കറിയായി. എന്നിട്ട് ഞാൻ ചായക്കുള്ള പാലെടുത്ത് വെച്ചു. അപ്പോഴേക്കും നല്ല കടലക്കറി നല്ല സെറ്റായി കിട്ടിക്കഴിഞ്ഞിരുന്നു. ഇനി എനിക്ക് ചായ ഇടാനുള്ള ഒരു ധൃതിയായിരുന്നു. അതിനിങ്ങനെ ചായ ഇട്ടു. ചായ ഒരുവിധം സെറ്റായി. അതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാരയും തേയിലയൊക്കെ ഇട്ട് നല്ല ചായ അടിപൊളിയാക്കി എടുത്തു. ഒരു അരിപ്പ വെച്ചു അരിച്ചെടുത്തു. ചായ റെഡിയാക്കി. അങ്ങനെ ചായ റെഡിയായി, ജോലി കഴിഞ്ഞു. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒന്നും തരാൻ മറക്കരുതേ കൂട്ടുകാരെ. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരോടും ഒരുപാട് നന്ദി, നമസ്കാരം.